ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2024 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് മെട്രിക്സ് എ ബി സി ഡി പ്ലസ് മെട്രിക്സ് A0 ഇസ് ഈക്വൽ ടു 4 3 2 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ എ ബി സി ഡിയുടെ വാല്യൂസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ രണ്ട് മെട്രിക്സ് നമുക്കൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ജസ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ A പ്ലസ് A, ഇപ്പോൾ 2A, പിന്നെ B പ്ലസ് 0 B, C പ്ലസ് 0 C, D പ്ലസ് D 2D. ഇത് എന്തിന് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്, 4 3 2 6. ഇവിടെ ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ ഫസ്റ്റ് എലമെന്റും ഈക്വൽ ആണ്. അപ്പൊ എന്ത് എഴുതാം, അതിലെ ഫസ്റ്റ് എലമെന്റ് 2A ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ 2A is equal to 4, A is equal to 4 divided by 2. അതായത് എയുടെ വാല്യൂ എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് എലമെന്റ് നോക്കിയാൽ B. ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് ആണ് 3. അപ്പൊ B is equal to 3. അപ്പൊ നമുക്കത് ഡയറക്റ്റ് കിട്ടി. ഇനി തേർഡ് എലമെന്റ് C. C is equal to ഇവിടെ 2 ആണ്. അപ്പൊ സിയുടെ വാല്യൂ 2 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ എന്താണ്, 2D is equal to അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 6 ആണ്. 2D is equal to 6, D is equal to 6 divided by 2, അതായത് 3 ആണെന്ന് കിട്ടി. അപ്പൊ എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3, C is equal to 2 and D is equal to 3 എന്ന് കിട്ടി. അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ നമുക്ക് എ എന്നും ബി എന്ന് പറഞ്ഞ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. അവർ നമ്മളോട് ചോദിച്ചിട്ട് അതിൽ തന്നെ രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കണ്ടീഷൻ ദാറ്റ് A plus B is സ്ക്യൂ സിമെട്രിക്. അപ്പൊ A plus B, എയും ബിയും തന്നിട്ടുണ്ട്. A plus B ഒരു സ്ക്യൂ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് A plus B നമുക്ക് കാണാം. A plus B കാണാനായിട്ട് നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യാം. ഇവിടെ A plus B, പിന്നെ സെക്കൻഡ് ഇവിടെ 0യും ഇത് B ആണ്. അപ്പൊ 0 plus B എന്ന് പറയുമ്പോൾ B. അപ്പോൾ ഇവിടെ A plus 0, അപ്പോൾ A. ലാസ്റ്റ് എലമെന്റ് A plus B. ഇതാണ് നമുക്ക് മെട്രിക്സ് എയും ബിയും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ A plus B ആണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ അതിനുള്ള കണ്ടീഷൻസ് എന്താണ്, എന്ത് കണ്ടീഷൻസ് ആണ് വേണ്ടത്, സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് കണ്ടീഷൻ ആണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സ് മസ്റ്റ് ബി 0. ഇനി അതിലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയഗണൽ അല്ലാത്ത എലമെന്റ്സ് ഉണ്ടല്ലോ, അതർ എലമെന്റ്സ് അല്ലെങ്കിൽ ഓഫ് ഡയഗണൽ എലമെന്റ്സ് അല്ലെങ്കിൽ നോൺ ഡയഗണൽ എലമെന്റ്സ്. നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ നെഗറ്റീവ്സ് ഓഫ് ഈച്ച് അതർ. നെഗറ്റീവ്സ് ഓഫ് ഈച്ച് അതർ. അതായത് ഇതിലത്തെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്തായിരിക്കണം, 0 ആയിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ അത് നോക്കി ആദ്യത്തെ നോക്കുമ്പോൾ രണ്ടും ഒരേ എലമെന്റ് A plus B, അത് 0 ആയിരിക്കണം. A plus B is equal to 0 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് A is equal to minus B എന്ന് എഴുതാം. A plus B ഇങ്ങോട്ട് വരുമ്പോൾ minus B ആകും. അപ്പൊ ഇതൊരു കണ്ടീഷൻ പറയാം, A equal to minus B അല്ലെങ്കിൽ A plus B equal to 0 എന്ന് പറയാം. ഇനി രണ്ടാമത്തെ എന്താണ്, ഡയഗണൽ അല്ലാത്ത എലമെന്റ്സ് എന്തായിരിക്കണം, നെഗറ്റീവ്സ് ഓഫ് ഈച്ച് അതർ. എന്നാലാണല്ലോ നമുക്കത് സ്ക്യൂ വരുള്ളൂ. ഇപ്പൊ ഇവിടെ ഇത് A ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, അതിന്റെ നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ A is equal to minus B ആയിരിക്കണം അല്ലെ. ഈ A എന്ന് പറയുന്നത് ഈ ഒരു എലമെന്റിന്റെ നെഗറ്റീവ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളായിട്ട് എഴുതുമ്പോൾ ഈ A എന്ന് പറയുന്നത് -A ആയിട്ട് വരണം അല്ലെ. അപ്പൊ ഇവിടെ കിടക്കുന്ന എലമെന്റ് B ആണ്. അപ്പൊ ഈ ഒരു എലമെന്റിന്റെ നെഗറ്റീവ് എലമെന്റ് ആയിരിക്കണം ഇത്, അല്ലെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് എലമെന്റ് ആയിരിക്കണം ഈ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അതായത് A is equal to -B ആയിരിക്കണം. അത് നമുക്ക് ഫസ്റ്റത്തെ കണ്ടീഷനിൽ കിട്ടി അല്ലെ, A is equal to -B. അപ്പൊ ഇവിടെ പറയാവുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് A plus B is equal to 0 അല്ലെങ്കിൽ A is equal to -B. ഈ രണ്ട് കണ്ടീഷനാണ് ഇവിടെ അത് വേണ്ടത്. ഈ ഒരു A plus B സ്ക്യൂ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ തന്നെ വേറൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന എയും ബിയും വെച്ചിട്ട്
ഷോ ദാറ്റ് AB all transpose is equal to B transpose into A transpose. നമ്മുടെ ട്രാൻസ്പോസിന്റെ ഒരു പ്രോപ്പർട്ടി ആണല്ലേ. അപ്പൊ ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? AB all transpose ആ. അപ്പൊ ആദ്യം നമുക്ക് AB കണ്ടുപിടിക്കണം അല്ലേ. A മൾട്ടിപ്ലൈഡ് വിത്ത് B കാണണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ A into B AB പ്ലസ് 0 into 0 0. ഇനി അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം A into B AB പ്ലസ് 0 into B 0. ഇനി നമുക്ക് സെക്കൻഡ് റോ എടുക്കാം. A into B AB പ്ലസ് A into 0 0. അടുത്തത് സെക്കൻഡ് റോയും സെക്കൻഡ് കോളം A into B AB പ്ലസ് A into B AB. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും? ഫസ്റ്റ് എലമെന്റ് AB പ്ലസ് 0 എന്ന് പറയുമ്പോൾ AB, സെക്കൻഡ് എലമെന്റും AB, തേർഡ് എലമെന്റും AB, ഫോർത്ത് എലമെന്റ് എന്തുണ്ട്? AB പ്ലസ് AB എന്ന് പറയുമ്പോൾ 2AB ഉണ്ട്. ഇതാണ് നമ്മുടെ AB എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ എന്ത് വേണം? ഇതിന്റെ ട്രാൻസ്പോസ് കാണണം അല്ലേ. AB ട്രാൻസ്പോസ് അതെന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളാക്കുക. അപ്പൊ AB AB. ഇനി ഇതിന്റെ സെക്കൻഡ് റോ എന്താണ്? AB 2AB. നമുക്ക് സെക്കൻഡ് കോളായിട്ട് എഴുതാം AB 2AB. പക്ഷെ നമുക്കത് സെയിം മെട്രിക്സ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആണ്. നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിന് വേണ്ടി ആദ്യം നമുക്ക് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അല്ലേ. B ട്രാൻസ്പോസും A ട്രാൻസ്പോസും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. B ട്രാൻസ്പോസ് എന്താ വരിക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളായിട്ട് എഴുതാം. അപ്പൊ BB നമ്മൾ ഫസ്റ്റ് കോളായിട്ട് എഴുതി. സെക്കൻഡ് റോ എന്താണ്? 0B. ഇനി നമുക്ക് A ട്രാൻസ്പോസ് കാണാം. A ട്രാൻസ്പോസ് എന്താണ്? ഫസ്റ്റ് റോയിൽ A0 ആണ്, അത് ഫസ്റ്റ് കോളായിട്ട് എഴുതി. പിന്നെ AA നമ്മൾ സെക്കൻഡ് കോളായിട്ട് എഴുതി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ആയിട്ട് നമ്മൾ B ട്രാൻസ്പോസ് തന്നെ എടുക്കണം. അപ്പോൾ B ഇൻറ്റു A, ഇപ്പോൾ BA എന്ന് പറയുന്നത് A തന്നെയാണ്, പ്ലസ് 0 ഇൻറ്റു 0 0. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ B ഇൻറ്റു A BA പ്ലസ് 0 ഇൻറ്റു A 0. ഇനി നമുക്ക് തേർഡ് സെക്കൻഡ് റോ തുടങ്ങാം. B ഇൻറ്റു A BA പ്ലസ് B ഇൻറ്റു 0 0. ഇനി B ഇൻറ്റു A BA ലാസ്റ്റ് ഇത് പ്ലസ് B ഇൻറ്റു A BA ഈക്വൽ ടു BA പ്ലസ് 0 എന്ന് പറഞ്ഞാൽ BA എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ AB എന്ന് എഴുതാം അല്ലേ. ഇനി BA പ്ലസ് 0 BA, അതായത് AB. തേർഡ് എലമെന്റും അതുപോലെ AB ആണ്. ഇവിടെ BA പ്ലസ് BA 2BA, അതായത് നമുക്ക് 2AB എന്ന് എഴുതാം. ഇപ്പൊ നോക്കിയേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ RHS ആണ്. നമ്മുടെ LHSും RHSും നോക്കിയേ, രണ്ടും സെയിം തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്തു. എന്താണ്? AB ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു വർഷത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക്